ഹലോ മക്കളെ. അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങളെല്ലാവരും ഇപ്പോൾ എയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഓണം എക്സാമിനുള്ള അത്ര പോർഷൻസ് അല്ല ഉള്ളത്. അതിലും കുറച്ചധികം ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓണം എക്സാമിന് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് തട്ടിക്കൂട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ടാവും. എന്നാൽ കൂടെ ആ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ അനുഭവിച്ച ആ ടെൻഷൻ, അല്ലെങ്കിൽ പഠിച്ചത് മറന്നു പോകുമോ എന്നുള്ളൊരു പേടി അല്ലേ, ഇതൊക്കെ നമ്മൾ ആ എക്സാം ടൈമിലും എക്സാം ഹാളിലും ഒക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. ചിലപ്പം നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമൊക്കെ നിങ്ങൾ പോയി കണ്ടു ചെയ്തു, നിങ്ങൾക്ക് ഓർമ്മയും കിട്ടി, നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാനും പറ്റിയിട്ടുണ്ടാവും. പക്ഷേ ഈ സെയിം കാര്യം ഒരിക്കലും നമ്മുടെ ക്രിസ്മസ് എക്സാമിന് റിപ്പീറ്റ് ചെയ്യണം എന്നില്ല. കാരണങ്ങൾ പലതാണ്. ഒന്നാമത് നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുകയാണ് അല്ലേ. അപ്പോൾ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഓണം എക്സാമിന് 2 ചാപ്റ്റേഴ്സാണ് പഠിച്ചെങ്കിൽ അത് ക്രിസ്മസ് എക്സാമിനാകുമ്പോൾ എന്തായാലും പുതിയതായിട്ട് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് 3 എണ്ണം ആവുകയും ചെയ്യും. അത് കൂടാതെ നമ്മുടെ ഫസ്റ്റ് ടേമിൻ്റെ കുറച്ച് ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് എന്തിനുണ്ടാകും, ക്രിസ്മസ് എക്സാമിനുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി ഓണം എക്സാമിന് ഈ ചാപ്റ്റേഴ്സ് തട്ടിക്കൂട്ടൽ പഠിച്ചത് അല്ലേ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്രിസ്മസ് എക്സാമിന് പുതിയതായിട്ടുള്ള ചാപ്റ്റേഴ്സും ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സും എല്ലാം നമ്മൾ വീണ്ടും പഠിക്കേണ്ട ഒരു അവസ്ഥ വരും. അത് പക്ഷേ ഈ ഒരു വരുന്ന ടൈമിൽ ഒന്നും നിങ്ങൾ പഠിക്കാതെ ലാസ്റ്റ് മിനിറ്റിൽ ഇപ്പോൾ നമ്മളുടെ യൂട്യൂബിലുള്ള പ്രഡിക്ഷൻ വീഡിയോസും അങ്ങനത്തെ ലാസ്റ്റ് മിനിറ്റിലുള്ള മാരത്തൺ ലൈവുകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യാം എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊരിക്കലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവില്ല. കാരണം നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിപ്പിക്കും, പക്ഷെ അത് എത്ര കുട്ടികൾക്ക് ഓർമ്മ നിൽക്കും? ഇത്രയും ദിവസങ്ങൾ, അതായത് നമുക്കറിയാം ഇനി ക്രിസ്മസ് എക്സാമിന് നമുക്ക് 80 ദിവസങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു ആവറേജ് 80 ദിവസത്തിൽ നമ്മൾ ഓൾറെഡി ഇത്രയും ദിവസം പഠിച്ചൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഈസി ആയിരിക്കും. കാരണം ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ മാരത്തൺ ലൈവുകളിലൂടെ വീണ്ടും റിവൈസ് ചെയ്യണം. പക്ഷെ ഒന്നും പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സബ്ജക്ട്സ്, ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ റിവൈസ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മെമ്മറിയിൽ ഓർത്ത് വെക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് അത് റീകളക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്ര ഈസി ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്തിലേക്ക് വെയിറ്റ് ചെയ്യരുത് എന്നാണ് മിസ്സിന് പറയാനുള്ളത്. കാരണം നമ്മളിപ്പം യൂട്യൂബ് ക്ലാസ്സുകളാണെങ്കിലും നമുക്കിനി എക്സാം ടൈമുകളിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ വെറും യൂട്യൂബ് ക്ലാസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ ഒത്തിരി ടെൻഷൻ അടിക്കും. അതുമാത്രമല്ല ആ സമയത്ത് നമ്മൾ ഒത്തിരി ഓവർ സ്ട്രെസ് എടുത്ത് പഠിക്കുന്നത് നമുക്ക് ചിലപ്പോൾ റിസൾട്ട് തരണം എന്നില്ല. മിസ് പറയണത് മനസ്സിലാവുന്നില്ലേ? അപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സുകൾ തീർച്ചയായിട്ടും എഫക്റ്റീവ് ആകും. എപ്പോൾ എഫക്റ്റീവ് ആകും? നിങ്ങൾ ഫസ്റ്റ് മുതലേ നല്ല റെഗുലറായിട്ട് കറക്റ്റായിട്ട് പഠിച്ചു പോയ ഒരാളാണെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും എഫക്റ്റീവ് ആകും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടും. കാരണം ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ പഠിക്കുന്നത് എപ്പോഴും ഒരു ബൈ ഹാർട്ട് ലേണിംഗ് പോലെ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചാൻസാണ്, ഓർമ്മയിലുണ്ടെങ്കിൽ കിട്ടി, അല്ലെങ്കിൽ കിട്ടിയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളിനി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊരിക്കലും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി അതിൻ്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എക്സാമിന് വരുന്നു. അപ്പോൾ നമുക്ക് അതേപോലെ എഴുതാൻ പറ്റും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് മാറ്റുകയാണ് അല്ലേ, അതൊന്നൊരു കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മാറ്റുന്ന സമയത്ത് ഈ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും കഷ്ടപ്പെടാൻ പോകുന്നത്. നേരെ മറിച്ച് ഫസ്റ്റ് മുതലേ റെഗുലറായിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ട് എക്സാംസ് ഒക്കെ എഴുതി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പാറ്റേൺ ഒക്കെ ചെയ്ത് മനസ്സിലാക്കിയ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കോൺസെപ്റ്റ് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അവർക്ക് ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ ട്വിസ്റ്റ് ചെയ്താലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ മിസ്സിന് പറയാനുള്ളത് നിങ്ങളും ആ ഒരു രീതിക്ക് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യ 2.0 ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ കേരളത്തിലെ തന്നെ SSLC ബാച്ചസ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ലക്ഷ്യ 2.0. അപ്പോൾ നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഓരോ ചാപ്റ്റേഴ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ലേണിംഗ് വീഡിയോസ് ഒക്കെ കണ്ട് മനസ്സിലാക്കി ലൈവ് സെഷൻസിലൂടെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങളുടെ നോട്ട്സും നമ്മുടെ എക്സാം വിന്നറിൻ്റെ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ എഴുതുന്ന നോട്ട്സും ഒക്കെ വെച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബുക്ക് സെറ്റ് സെപ്റ്റംബർ 23 കൂടി നമ്മൾ ആ ഒരു ഓഫർ കഴിഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക്, ഓക്കെ, നമ്മളുടെ 45 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസും സൊല്യൂഷൻസും ഉണ്ട്. ഇത് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൻ്റെ കൂടെ, നമ്മുടെ ലക്ഷ്യ 2.0ൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം ഒക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഇനി ലേറ്റ് ആകാതിരിക്കുക, താഴെ കാണാൻ നമ്മൾ മെസ്സേജ് ചെയ്യാം. റെഗുലറായിട്ട് പഠിക്കുക, കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.